ഒരു കപ്പ് അവൽ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കി എടുക്കാനാണ് പോകുന്നത്. ഇത് നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. ഞാനത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഒരുപാട് പ്രാവശ്യം ശർക്കര മെൽറ്റ് ചെയ്യുന്നത് കാണിച്ചതാണ്. അപ്പോൾ ശർക്കര പാനി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അവലാണ്. ഞാനിവിടെ 1 കപ്പ് ബ്രൗൺ അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇത് മീഡിയം തിക്നെസ് ആയിട്ടുള്ള അവലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതാദ്യം ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പൊടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചൂടാക്കിയെടുക്കുന്നത്. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ദാ ഈ ഒരു പാകത്തിന് ഞാനിപ്പോൾ ഇവിടെ ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ചൂട് നല്ലപോലെ മാറി വന്നതിന് ശേഷം മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1/4 കപ്പ് റവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/4 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ ക്യാരറ്റ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ചുവപ്പ് നിറത്തിലുള്ള ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ക്യാരറ്റ് ഉപയോഗിച്ചാൽ മതിയാകും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ക്യാരറ്റും തേങ്ങ ചിരകിയതും ഒന്ന് ചെറുതായിട്ട് നെയ്യിൽ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കളറൊന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ക്യാരറ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ ദാ ഇപ്പം നന്നായിട്ട് തന്നെ ഞാനിവിടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ കളറൊന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിനാക്കിയെടുത്താൽ മതി. ഇനി ഇവിടെ ഒരു ബൗളിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന അവലിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ആ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി മുഴുവനായിട്ടും തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ചേർക്കുന്നത് മിസ്സായിട്ടുണ്ട്. ഞാൻ മുഴുവനായിട്ടും തന്നെ അരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അവലായതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി പൊങ്ങി കട്ടിയായിട്ട് വരും. ആദ്യം ശർക്കരപ്പാനി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ശർക്കരപ്പാനി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിനായിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ചായി വെള്ളം ചേർത്ത് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുകയാണ് വേണ്ടത്. വെള്ളം എപ്പോഴും കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ വെള്ളം പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ വെള്ളത്തിൻ്റെ അളവ് പറയുന്നില്ല, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന അവലിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. ഈ ഒരു രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്ത എള്ളിന് പകരം നിങ്ങൾക്ക് കറുത്ത എള്ള് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. എള്ളില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. റവയും അവലൊക്കെ ആയതുകൊണ്ട് തന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ കട്ടിയായിട്ട് വരും. അപ്പോൾ കൂട്ട് ഒരുപാട് കട്ടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാം. ഇത് ഒരുപാട് കട്ടിയായി വന്നിട്ടില്ല എങ്കിൽ കൂടി ഞാനിവിടെ 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ഇഡ്ലി മാവിൻ്റെ പരുവത്തിലാണ് നമ്മളുടെ ഈ ഒരു കൂട്ട് വേണ്ടത്. അപ്പോൾ ആ ഒരു പാകത്തിന് മാത്രം വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് നമ്മളുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ബേക്കിംഗ് സോഡയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഞാൻ ബേക്കിംഗ് സോഡ ഇല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അത് പൊങ്ങി വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് പൊങ്ങിയൊക്കെ വരും. അപ്പോൾ ഇല്ലാണ്ടും ചെയ്തെടുക്കാവുന്നതാണ്, ഒന്ന് ചെറുതായിട്ട് പൊങ്ങി വരില്ല, അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇത് ചുട്ടെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. ഒരുപാട് എണ്ണയൊന്നും ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. ചെറുതായിട്ടൊന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ കുഴിയിലേക്കായിട്ട് കൂട്ടൊഴിച്ച് കൊടുക്കാം. കൂട്ടുക ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്, ഒരുപാട് ലൂസായി പോവരുത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
പാൻ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് ഒരു ഭാഗം നന്നായിട്ട് വേവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം പിന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് പിന്നെ അടുത്ത ആ ഒരു ഭാഗം കൂടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇത് നിങ്ങൾ ഡയറക്റ്റായിട്ട് എണ്ണയിൽ ഒഴിച്ചിട്ട് തയ്യാറാക്കി എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് നല്ലപോലെ എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തവയിൽ ഒഴിച്ചിട്ട് സാധാരണ ദോശയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് മാറ്റിയെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റും അതുപോലെ തന്നെ തേങ്ങയും അവിലൊക്കെ ഉപയോഗിച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുക. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.